നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണം ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർമ്മാണ ജോലികൾ നേരിൽ കണ്ട് വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. 2027 മാർച്ച് മാസം വരെ കരാർ കമ്പനിക്ക് കാലാവധിയുണ്ടെങ്കിലും അതിനു മുൻപേ പണി തീർക്കാനാണ് തീരുമാനം. കേരളത്തിലെ ആദ്യത്തെ ബോസ്ട്രിംഗ് സ്റ്റീൽ ആർച്ച് പാലം നേര്യമംഗലത്ത് ഓഗസ്റ്റ് മാസത്തോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് സ്ഥലം സന്ദർശിച്ച ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഈ അവസരത്തിൽ നേര്യമംഗലത്തെ പുതിയ പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പുരോഗതി നേര്യമംഗലത്തെ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദേശീയപാത 85-ലെ ഏറ്റവും മേജർ പ്രൊജക്റ്റായി എല്ലാവരും കാണുന്നതാണ് ഈ പാലം. ഈ മേഖലയിലുള്ള ട്രാഫിക് ബ്ലോക്ക് മണിക്കൂറുകളോളം വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ വലിയ പ്രയാസത്തിൽ പലപ്പോഴും ആയിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ പഴയ പാലം അതിന് വീതിയില്ലാത്തത് ചർച്ചയാവുകയും പുതിയ പാലം ഉണ്ടാകണം എന്നുള്ള ഒരാവശ്യം നിരന്തരമായി ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച പ്രത്യേക പദ്ധതിയാണ് പുതിയ പാലം. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ വളരെ കൃത്യമായ തരത്തിലുള്ള ആസൂത്രണ മികവോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. EKK കൺസ്ട്രക്ഷൻസ് തന്നെയാണ് പാലത്തിൻ്റെ നിർമ്മാണവും കരാർ ഏറ്റെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് പഴയ നേര്യമംഗലം പാലം സ്ഥിതി ചെയ്യുന്നത്. രാജാവിൻ്റെ കാലഘട്ടത്തിൽ 936-ൽ പ്രവർത്തനം ആരംഭിച്ച പാലമാണ്. യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ ആ പാലത്തിനില്ല, പക്ഷേ വീതി കുറവാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതേ മോഡലിൽ തന്നെ പുതിയ പാലവും നിർമ്മിക്കപ്പെടണം എന്നുള്ള ഒരാശയമാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയിൽ ബോസ്ട്രിംഗ് ആർച്ച് സ്റ്റീൽ പാലം എന്നുള്ള ഒരു പുതിയ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് നമ്മുടെ പുതിയ പാലവും ഇപ്പോൾ നിർമ്മിക്കുന്നത്. 42 മീറ്റർ നീളമുള്ള 5 സ്പാനുകൾ കൂടി ചേർന്ന് ആകെ 214 മീറ്റർ നീളമുള്ള പാലമാണിത്. 13 മീറ്ററാണ് വീതി. ഇതിൽ 8 മീറ്റർ വാഹനങ്ങൾ കടന്നു പോകുന്നതിനായി ഉപയോഗിക്കും. നിലവിലുള്ള പാലത്തിന് ആകെ 4 മീറ്റർ വീതിയാണുള്ളത്. ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ടായിരിക്കും. നിലവിൽ 3 ബോസ്ട്രിംഗ് സ്റ്റീൽ ആർച്ച് ഘടിപ്പിക്കുന്ന ജോലി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 4ാമത്തെ സ്പാനിലുള്ള ആർച്ച് ഘടിപ്പിക്കാൻ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് 5ാം ആർച്ച് ഘടിപ്പിക്കും. പാലത്തിൽ പാകിയിട്ടുള്ള സ്റ്റീൽ പ്രതലത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തി കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. 2027 മാർച്ച് മാസം വരെ കരാർ കമ്പനിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ആഗസ്റ്റിൽ തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയും എന്ന വിധത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് പ്രോജക്ട് എഞ്ചിനീയർ മുരളി വ്യക്തമാക്കി. ഈ ബോസ്ട്രിംഗ് ആർച്ച് എന്നുള്ളൊരു ലോഞ്ചിങ് പ്രൊസീജിയർ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലോഞ്ചിങ് പ്രൊസീജിയർ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ബോസ്ട്രിംഗ് ആർച്ച് 42.8-ൻ്റെ ഒരു ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അത് വളരെ ഞങ്ങൾ സക്സസ്ഫുള്ളി ആയിട്ട് ഇവിടെ നേര്യമംഗലം പാലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ 22 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 2 ലെയർ കമ്പി കെട്ടിയിട്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്യും. 8 മീറ്റർ ക്യാരേജ് വേ, 2 മീറ്റർ ഫുട്പാത്തോടു കൂടിയാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ഉള്ള 3 സ്പാൻ ഓൾറെഡി ലോഞ്ചിങ് കംപ്ലീറ്റ് ആയി. 2 സ്പാനിൻ്റെ വർക്ക് ഈ ജൂൺ എൻഡോടുകൂടി തീർത്ത് 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കും തീർക്കാനാണ് ഇപ്പോൾ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ, ജെയ്മോൻ ജോസ്, ബേസിൽ പാറേക്കുടി, ലിനോ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളും MPയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.